നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വിഷയം ഹൃദയത്തിന്റെ മിടിപ്പിലേക്ക് ദൈവനാമം കയറ്റുന്നതിന്റെ പ്രസക്തിയാണ്. അതെന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന്മാർ ജീവിക്കുന്ന ഈ ലോകം അവന്റെ സ്വന്തം ലോകമല്ല, അവന്റെ സ്വന്തമായ ലോകം ആത്മലോകമാണ്. ആത്മലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ലോകമല്ല, 6 ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ലോകങ്ങളാണ് ആത്മലോകങ്ങൾ. അതിലൊന്നിൽ നിന്നാണ് മനുഷ്യന് ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവന് ആത്മാവായതിന്റെ പേരിൽ ഈ ലോകത്ത് അവന് ജീവിക്കാൻ സാധിക്കില്ല. കാരണം അവന്റെ പ്രകൃതവും ഈ ഭൂമിയിലെ പ്രകൃതവും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട്. അപ്പൊ ഈ ഭൂമിയിൽ താമസിക്കാൻ അവനൊരു വീട് വേണം. ആ വീട് ഈ ഭൂമിയിൽ വെച്ച് തയ്യാറാക്കപ്പെടുന്നുണ്ട്. തയ്യാറാക്കപ്പെടുന്നത് അവന്റെ മാതാവിന്റെ ഉദരത്തിൽ വെച്ചുകൊണ്ട്, അവന്റെ പിതാവിന്റെ ബീജവും മാതാവിന്റെ അണ്ടവും തമ്മിൽ സംയോജിച്ചുകൊണ്ട് രൂപം കൊള്ളുന്ന ഒരു ശരീരം. ആ ശരീരം അതിനുള്ളിലേക്കാണ് ഈ ആത്മാവ് വന്നണയുന്നത്. അത് ജനിച്ച ഉടനെയാണ് വന്നണയുന്നത്, ജനിക്കുന്നതിന് മുമ്പല്ല. ഭൂമി ലോകത്തേക്ക് പറന്നു വീഴുന്ന ആദ്യ മിനിറ്റിൽ അത് വന്ന് കയറും. അതിന്റെ കൂടെ കയറാനായിട്ട് 6 മറ്റാത്മാക്കളുണ്ടാവും. 5 ആത്മാക്കൾ ഒരു ലോകത്തുനിന്നും വരും, ഒരാത്മാവ് ഈ ലോകത്തുനിന്നും വരും. ഒരു ലോകത്തുനിന്നും വരുന്ന ഈ ആത്മാക്കളെ ഈ ശരീരത്തിൽ കയറ്റാൻ നിയുക്തരായിട്ടുള്ള ദൈവദൂതന്മാരുണ്ട്, അഥവാ മാലാഖമാരുണ്ട്. ഇതേപോലെ ഈ ലോകത്തുനിന്നും വരുന്ന ആത്മാവായ ഭൂതാത്മാവിനെ അവൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ യോഗ്യമായ ഒരു സാത്താനുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തുള്ള മുഴുവൻ ഭൂതവർഗങ്ങളുടെ നേതാവായിട്ടാണ്. അതിന് ലൂസിഫർ എന്നും ഇബ്ലീസ് എന്നും പല പേരിൽ അറിയപ്പെടുന്നു. ഓരോ മലയുമാണ് വ്യത്യസ്ത നാമങ്ങൾ അവനോട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതൊരു ദൈവിക യുക്തിയാണ്. കാരണം ഈ ലോകത്തേക്ക് ഈ ശരീരത്തിലേക്ക് വന്നു കയറുന്ന 6 ആളുകൾക്കും ഈ ലോകം പരിചയമില്ല. അവർക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് അറിയില്ല. അവർക്ക് ഈ ശരീരത്തിൽ ഒരുപാട് കാലം താമസിക്കണമെങ്കിൽ ഈ ശരീരം കേടുവരാതെ സൂക്ഷിക്കും. അവർക്ക് വേണ്ടത് ദൈവികമായ ഊർജ്ജമാണ്, ദൈവികമായ പ്രകാശമാണ്. അത് ഈ ലോകത്ത് അവൈലബിൾ അല്ല. അതിന്റെ പേരിൽ അത് കിട്ടുന്ന ആ കാലയളവ് വരെ അവർക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. എന്നാൽ അവർക്ക് ആ ദൈവിക വെളിച്ചം കൂടാതെ കാത്തിരിക്കാൻ സാധ്യത. അപ്പൊ അവരൊരു അബോധാവസ്ഥയിൽ കഴിഞ്ഞുകൂടും, മനുഷ്യന്റെ ഉള്ളിൽ കിടന്നുറങ്ങുകയാണ്. ആ ഉറങ്ങുന്നവരെ എണീപ്പിക്കലാണ് ഒരു മാർഗദർശിയുടെ ഒരു ഗുരുവിന്റെ ദൗത്യം. അതിനെ എണീപ്പിക്കാൻ ദൈവികമായ പ്രകാശം അവരിൽ ചെന്ന് തട്ടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ബോധക്ഷയത്തിൽ നിന്നും ബോധത്തിലേക്ക് വരാൻ സാധിക്കുള്ളൂ. എന്നാൽ അത് കൊടുക്കുന്നവന് ദൈവിക ഊർജമുള്ളവനായിരിക്കണം. അവരുടെ നാവിലൂടെ കൊടുക്കുന്ന ആ ദൈവിക നാമം ഇവരിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് ഈ ആത്മാക്കൾ എണീക്കുന്നത്. അത് പടിയായിട്ട് എണീക്കും. ആദ്യം എണീക്കുന്നവൻ മാത്രം ആദ്യം എണീക്കും. അവരെണീറ്റ് പരിപൂർണമായ ശക്തമായ ശേഷം മാത്രം രണ്ടാമത്തവൻ എണീക്കും. രണ്ടാമത്തവൻ എണീറ്റ ശേഷം മൂന്നാമത്തവൻ എണീക്കും. ഇങ്ങനെ 6 പേര് എണീക്കേണ്ടതുണ്ട്. 6 പേരും എണീറ്റ ശേഷം 6ാമത്തവനിലൂടെ മാത്രമേ ദൈവത്തെ ദർശിക്കാൻ സാധിക്കുള്ളൂ. അതിനു മുമ്പ് സാധ്യത. അതിൽ ആദ്യമായി എണീക്കുന്ന ആ ആത്മാവിന്റെ പേരാണ് ഹൃദയാത്മാവ്. ഹൃദയാത്മാവ് ഇരിക്കുന്ന ആ ഒരു കൂടാണ് ഹൃദയം. ഹൃദയത്തിന്റെ ഉള്ളിലാണ് ഹൃദയാത്മാവ്. ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഭാഗങ്ങളാണ്. ബാഹ്യമായ ഒരു കവചം, അത് മാംസമായ ഹൃദയമാണ്. അതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന ഒരു ആത്മാവ്, ഇതൊരു മാലാഖയാണ്. കാരണം അതിന്റെ സ്വദേശം മാലാഖമാരുടെ സ്വദേശമാണ്. അത് എണീറ്റ് പരിപൂർണ്ണ ശക്തമായ ശേഷം മാത്രമാണ് അതിന് മുകളിലുള്ള ആത്മാവ് എണീക്കുള്ളൂ. ആ ആത്മാവ് വന്നത് ആത്മലോകത്തു നിന്നാണ്. അതാണ് യഥാർത്ഥ ആത്മാവ്, നമ്മുടെ സ്വന്തം ആത്മാവ്. ആ ആത്മാവിനെയാണ് ദൈവം മനുഷ്യൻ എന്ന് പറയുന്നത്, ശരീരത്തെയോ ഈ ഹൃദയത്തെയോ അല്ല. അപ്പൊ ഈ ഒരു ഹൃദയാത്മാവിനെ ഉണർത്താൻ ഹൃദയാത്മാവിന് വേണ്ട ദൈവിക ഊർജം ലഭിക്കേണ്ടതുണ്ട്. ഹൃദയാത്മാവ് കിടന്നുറങ്ങുന്നത് രക്തത്തിന്റെ ഉള്ളിലാണ്. കാരണം ഹൃദയം എന്ന് പറഞ്ഞാൽ രക്തമാണ് മുഴുവൻ. അതിനുള്ളിലാണ്, രക്തത്തിനിടയിലായിക്കൊണ്ടാണ് ഹൃദയമാവ് കിടന്നുറങ്ങുന്നത്. ഈ രക്തമാവട്ടെ മുഴുവൻ നെഗറ്റീവ് എനർജിയാണ്, എല്ലാത്തിന്റെ മീഡിയയാണ്. നമുക്കറിയാം ഭൗതികമായ ലോകത്ത് അസുഖങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ രക്തം ഉണ്ടാവുന്നത് ഭക്ഷണപദാർത്ഥങ്ങളിലൂടെയാണ്. ഭക്ഷണത്തിലൂടെ നാം വലിച്ചെടുക്കുന്ന മിനറൽസ്, വൈറ്റമിൻസ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെന്ന് ചേരുന്നത് രക്തത്തിലാണ്. എല്ലാ ഇൻഗ്രീഡിയൻസ് രക്തത്തിനുള്ളിലുണ്ട്. അതിലുള്ള എല്ലാ മാലിന്യങ്ങളും രക്തത്തിലുണ്ടാവാം. അതിൽ നിന്നുണ്ടാവുന്ന എനർജി സംഭരിക്കപ്പെടുന്ന രക്തത്തിലാണ്. അതുകൊണ്ട് തന്നെ അത് മീഡിയയാണ്. കാരണം ഈ ഭക്ഷണപദാർത്ഥങ്ങളും കാര്യങ്ങളെല്ലാം ഉത്ഭവിച്ചത് ഈ ലോകത്ത് വെച്ച് തന്നെയാണ്. ഈ ലോകം ആരുടെ ലോകമാണ്? സാത്താന്മാരുടെ ലോകമാണ്, ഭൂതവർഗത്തിന്റെ ലോകമാണ്. അവർക്ക് വേണ്ടത് സംവിധാനിച്ച ലോകമാണത്. അവിടെ നിന്ന് കിട്ടുന്നതെല്ലാം നെഗറ്റീവ് എനർജി ഉത്പാദിപ്പിക്കുന്നതായിത്തീരും. അപ്പൊ അവര് തിന്നുന്ന ഭക്ഷണത്തിലൂടെയും അതേപോലെ തന്നെ കാണുന്ന കാഴ്ചകളിലൂടെയും കേൾക്കുന്ന കേൾവിയിലൂടെയും ശ്വസിക്കുന്ന വായുവിലൂടെയും എല്ലാം അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഈ നെഗറ്റീവ് എനർജിയാണ്. അത് മൊത്തം സംഭരിക്കപ്പെടുന്നത് ഈ രക്തത്തിലാണ്. ആ രക്തം അശുദ്ധമായതിന്റെ പേരിൽ ആ രക്തം പോഷിപ്പിക്കുന്ന എല്ലാ ഭാഗങ്ങളും അതിന്റെ അധീനതയിലാണ്. കണ്ണിലും കാതിലും മൂക്കിലും
നാക്കിലും എല്ലാത്തിലും എന്തുണ്ട്, നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമുണ്ട്. അഥവാ അതിലൂടെ മറകൾക്ക് ഇപ്പുറത്താണ് മനുഷ്യൻ വസിക്കുന്നത്. അവന്റെ ഡെൻസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്, അവന്റെ മറ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആത്മലോകത്തിന് ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്, അകന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു അണുബാധ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്, പനിക്കാറുണ്ട്, കഫക്കെട്ട് ഉണ്ടാവാറുണ്ട്, ഒരുപാട് സാംക്രമിക രോഗങ്ങളൊക്കെ വന്നു ഭവിക്കാറുണ്ട്. അതിനൊക്കെ കാരണം എന്താണ്? രക്തത്തിലേക്കാണ് എത്തിച്ചേർന്നുള്ള വിഷയം. രക്തത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം രക്തം എല്ലാ ഭാഗത്തിലും സഞ്ചരിക്കുന്നതാണ്. അതിനോടുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെല്ലാം നീക്കല് ബുദ്ധിമുട്ടാണ്. അതിലേക്ക് എത്താത്ത കാര്യങ്ങളെ വേർപെടുത്താൻ വലിയ ബുദ്ധിമുട്ടില്ലാതാണ്. ഇതേപോലെ ആത്മീയതയിലും ഈ വിഷയം ഇങ്ങനെ തന്നെയാണ്. രക്തത്തിനോട് ബന്ധപ്പെട്ടവയെ നീക്കാൻ ബുദ്ധിമുട്ടാണ്, രക്തത്തോട് ബന്ധപ്പെടാത്തവയെ നീക്കൽ എളുപ്പമാണ്. അപ്പൊ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? നമ്മുടെ രക്തത്തിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നെഗറ്റീവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണത്തിലൂടെയാണെങ്കിലും ശ്വാസത്തിലൂടെയാണെങ്കിലും ഒക്കെ സംഭവിക്കുന്നതും കയറുന്നതും നെഗറ്റീവ് എനർജിയാണ്. അതുകൊണ്ട് അതിനെ റിമൂവ് ചെയ്യൽ എളുപ്പമല്ല. നമ്മൾ അതിന്റെ അടിമത്തത്തിലാണ്. അതേസമയം ഈ രക്തത്തിലേക്ക് നല്ല കാര്യങ്ങളിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി കയറുന്നേയില്ല. കാരണം അത് രക്തവുമായി ബന്ധപ്പെടുന്നില്ല. നമ്മൾ നാവ് കൊണ്ട് ദൈവനാമം ചെല്ലുന്നുണ്ടെങ്കിലും നാവ് രക്തവുമായി ബന്ധപ്പെടുന്നില്ല. നമ്മൾ എത്ര തന്നെ ദൈവവാക്യങ്ങൾ ഉച്ചരിച്ചാലും ദൈവനാമങ്ങൾ ഉച്ചരിച്ചാലും നമ്മുടെ രക്തത്തിലേക്ക് ഇതിന്റെ സാന്നിധ്യം വരുന്നില്ല. ശ്വാസം കൊണ്ട് എടുക്കുന്ന ദൈവനാമം അത് വളരെ നേരിയ തോതിൽ മാത്രമേ രക്തത്തിൽ എത്തിച്ചേരും. അതിനേക്കാളും കൂടുതൽ ശ്വാസത്തിലൂടെ ചെന്ന് കയറുന്ന നെഗറ്റീവ് എനർജിയാണ്. അതും ഫലപ്രദമല്ല. ഈ ദൈവനാമങ്ങൾ തന്നവര് എനർജി ഇല്ലാത്തവരാണെങ്കിൽ, ദൈവവുമായി ബന്ധമില്ലാത്തവരാണെങ്കിൽ ഇത് വെറും പഴയവരാണ്. കാരണം അവര് തരുന്ന ആ ദൈവനാമത്തിലെ പ്രകാശമില്ല. അത് വെറും ഒരു വാക്ക് മാത്രമാണ്. ദൈവികത അതിലില്ല. രക്തവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. രക്തവുമായിട്ട് ആർക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നുള്ളൂ? ഈ ലോകത്തുള്ള സൃഷ്ടികളായ ഭൂതലത്തിന് മാത്രം. മനുഷ്യൻ ഒന്നടങ്കം ഇതിന്റെ അടിമത്തത്തിലാണ്. മനുഷ്യർ തിരിച്ചറിയുന്നില്ല. മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെടുന്ന ഗുരുക്കന്മാരും പണ്ഡിതന്മാരും പോലും വിസ്മൃതിയിലാണ്, അജ്ഞതയിലാണ്. ആദ്യമായി ശുദ്ധീകരണം നടക്കേണ്ടത് ഈ രക്തത്തിലാണ്. രക്തമാണ് ശുദ്ധീകരിക്കേണ്ടത്. കാരണം പോസിറ്റീവ് എനർജി ഉത്പാദിപ്പിക്കുന്നവൻ ഈ ഹൃദയാത്മാവാണ്. അവൻ ഉറങ്ങിക്കിടക്കുകയാണ്. അവനെ എണീപ്പിക്കേണ്ടതുണ്ട്. അവനെ എണീപ്പിക്കാൻ എന്ത് വേണം? പോസിറ്റീവ് എനർജി വേണം. അത് ദൈവനാമത്തിൽ മാത്രമേ നിക്ഷിപ്തമായിട്ടുള്ളൂ. അത് തരുന്നവനും ദൈവികതയുള്ളവനാവണം. അപ്പൊ അങ്ങനെയുള്ള ഒരാള്, ഒരു ഗുരു വന്നെത്തി ആ ദൈവനാമം അവനിലേക്ക് കൊടുക്കുന്ന സമയത്ത് അത് ആർക്ക് കിട്ടേണ്ടതുണ്ട്? ഈ ഹൃദയാത്മാവിന് കിട്ടേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. അത് ദൈവനാമം കൊടുക്കുമ്പോൾ ആദ്യമായി ഹൃദയത്തിന്റെ ആവരണമായ മാംസളമായ ഹൃദയം, അതിലാണ് ഈ ദൈവനാമം കയറേണ്ടത്. മാംസളമായ ഹൃദയത്തിന്റെ ഒരു മുഖ്യഭാഗമായ ഹൃദയമിടിപ്പുണ്ട്. ഹൃദയത്തെ തള്ളി നീക്കുന്ന വാൾസുകൾ, വാതിലുകൾ, അത് തുറക്കപ്പെടുകയും അടക്കപ്പെടുകയും ചെയ്യുന്ന ശബ്ദമാണ് ഹൃദയമിടിപ്പായിട്ട് നമുക്ക് വരുന്നത്. ഇത് ദൈവം സംവിധാനിച്ച ഒരു ജപമാലയാണ്. ആ ജപമാല കൊണ്ട് ദൈവനാമം ചെല്ലേണ്ടതുണ്ട്. അതിനാർക്കും സ്വന്തമായി സാധ്യമല്ല. നമുക്കൊരു ഇൻസ്ട്രുമെന്റ് വെച്ചും അത് സാധിപ്പിക്കാനും സാധ്യമല്ല. ദൈവം ഇച്ഛിക്കുന്നതിലേക്ക് മാത്രമേ അത് ചെന്നണയുകയുള്ളൂ. ദൈവം ഇച്ഛിക്കുന്നതിൽ മാത്രമാണ് ഈ ദൈവനാമം ഹൃദയമിടിപ്പ് ചെല്ലുന്നത്. ഹൃദയമിടിപ്പിനെ കൊണ്ട് ദൈവനാമം ചെല്ലിപ്പിക്കാൻ സാധിക്കുന്നവൻ ആരാണോ അവരാണ് യഥാർത്ഥ ഗുരു. നമുക്ക് ഹൃദയാത്മാവിനെ അറിയില്ല. കാരണം ആത്മലോകത്തുള്ളതാണ്. ഹൃദയത്തെ അറിയാം. നമ്മുടെ ശരീരത്തിലുള്ളതാണ്. ശരീരത്തിലുള്ളത് നമുക്ക് പരിചയമുള്ളതിന്റെ പേരിൽ പരിചയമുള്ളവന്റെ വാക്ക് നമുക്ക് വേറെ മനസ്സിലാവും. അതുകൊണ്ട് ഹൃദയം ഇടിപ്പിന്റെ കൂടെ ദൈവനാമം നടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു പുതിയ അനുഭവം. അത് ഒരുവനെ കാണാനോ കേൾക്കാനോ അല്ലെങ്കിൽ അറിയാനോ സാധിച്ചു കഴിഞ്ഞാൽ ആ അനുഭവം കൊണ്ട് അവന് യഥാർത്ഥ ഗുരുവിനെ മനസ്സിലാക്കാം. അതിനു വേണ്ടിയുള്ള ദൈവം ഇത് സംവിധാനിച്ചിട്ടുള്ളത്. ആ ഹൃദയമിടിപ്പ് കൊണ്ട് നമ്മൾ ഈ ദൈവനാമം ചൊല്ലി തുടങ്ങി കഴിഞ്ഞാൽ ദൈവനാമത്തിന്റെ പ്രകാശം ഹൃദയമിടിപ്പിലേക്കും ഹൃദയമിടിപ്പുകളുടെ രക്തത്തിലേക്കും അത് ലയിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ഗ്ലൂക്കോസിലെ തുള്ളി തുള്ളികളായിട്ട് രക്തത്തിലേക്ക് കയറുന്ന പോലെ തുള്ളി തുള്ളിയായിക്കൊണ്ട് ദൈവ പ്രകാശം രക്തത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കും. രക്തത്തിന്റെ നാച്ചുറൽ പ്രകൃതം മാറി മാറി വന്നുകൊണ്ടിരിക്കും. നെഗറ്റീവ് എനർജി ആയിരുന്ന രക്തം പോസിറ്റീവ് എനർജി എത്തിയിട്ടും അപ്പോ ഈ രക്തത്തിൽ കിടക്കുന്ന ഹൃദയാത്മാവിന് അത് കിട്ടിത്തുടങ്ങും. അത് കിട്ടിത്തുടങ്ങുന്നതോടുകൂടി അവന്റെ അബോധാവസ്ഥ വിട്ടകന്ന് ബോധാവസ്ഥ വന്നു ചേരും. അങ്ങനെയുള്ള അവസ്ഥയാണ് ആത്മീയതയിൽ തുടക്കക്കാരനായ ഒരു ശിഷ്യ അനിവാര്യമായത്. അതുകൊണ്ട് മാത്രമേ അവൻ ആത്മീയതയിൽ ഫസ്റ്റ് ചുവടുവെപ്പ് വെച്ചു എന്ന് അവന് ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ.